മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര കാത്തിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ ഇന്ന് 4 മാസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് പോവാണ്, കേരളത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജനുവരി 4-ാം തീയതി ഡിസംബറിലെ ലീവ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നതാണ്. അതിനുശേഷം ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ടുണ്ടായില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈസ്റ്റർ വിഷു സമയത്തൊക്കെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയിട്ടുണ്ടായില്ല. അപ്പോൾ കാത്തിരുന്ന് കിട്ടിയ ഒരു ദിവസമാണിന്ന്. അപ്പോൾ ഒരു 2:30-ക്കാണ് ട്രെയിൻ ഉള്ളത്, 2:25-ന് മംഗളൂരു സെൻട്രലിൽ നിന്നാണ് ട്രെയിൻ ഉള്ളത്. പിന്നെ എന്നാ സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇവിടെ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അകത്തേറ്റി വെക്കണം. ഇതൊക്കെ അകത്തേറ്റി വെക്കണം. പിന്നെ ഈ സാധനങ്ങൾ ബെഡൊക്കെ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് കോളേജിൽ പോകണം. ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ പ്രിൻസിയുടെ സൈൻ കിട്ടിയ ഒരു ലെറ്റർ വേണം. അപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടി പെർമിഷൻ കൊടുത്തു എന്നുള്ളതിൻ്റെ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വേണം യൂണിഫോം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇതാ കിടക്കുന്ന എവിടെ കൈ ശരിയാവില്ല ആ ഡ്രസ്സ് ഇല്ല, ആ ഡ്രസ്സ് അവിടെ ആരെ കിടക്കുന്ന ആ ഡ്രസ്സ് എടുത്ത് വെക്കണം. പിന്നെ ബെഡ്ഷീറ്റ് ഒന്ന് മടക്കി വെക്കണം. അപ്പം ഇങ്ങനെയുള്ള കുട്ടി പരിപാടികളേ ഉള്ളൂ. പിന്നെ അപ്പം ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഇൻട്രോ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ഒന്ന് സമയം കിട്ടിയപ്പോൾ എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 10:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഒരു 12 മണി 12:30 ആകുമ്പോഴത്തേക്കും ഇറങ്ങണം. കാരണം ചിലപ്പോൾ ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ എത്താൻ ലേറ്റ് ആകും. ചിലപ്പോൾ അരമണിക്കൂർ എത്തേണ്ടത് 1-1.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കും, പറയാൻ പറ്റത്തില്ല. മിക്ക പ്രാവശ്യം പോകുമ്പോൾ ലേറ്റ് ആവാറുണ്ട്, ബ്ലോക്ക് കിട്ടും. അപ്പോൾ അറിയില്ല എങ്ങനെയാവുമെന്ന്. പിന്നെ നമുക്ക് റെഡി ആയിട്ട് കാണാം. ഹലോ, അപ്പം റെഡി ആയി കഴിഞ്ഞു. ബാഗ് കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി എടുത്തിട്ട് പോവാട്ടോ അടുത്ത പരിപാടി. ഇപ്പം സമയം ഏകദേശം ഒരു 2 മണി 12:30 ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇറങ്ങി പോവാണ്. കാരണം ബ്ലോക്ക് കിട്ടിയാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും വിചാരിക്കും ബാഗ് നിറയ്ക്കരുതെന്ന്. പക്ഷെ സാധനങ്ങളൊക്കെ കയറ്റി വരുമ്പോഴത്തേക്കും സാധനം നിറഞ്ഞു പോകും. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയാൻ വളരെ കണ്ടെത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് വാർഡൻ ലെറ്ററൊക്കെ കൊടുത്തിട്ട് പേരൊക്കെ എഴുതി ഒപ്പൊക്കെ ഇട്ടിട്ട് പോകണം. പിന്നെ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു അരമണിക്കൂറോളം ബസ്സിന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയായിരുന്നു. അവിടെ പഠിക്കുന്ന കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സിൻ്റെ ഏറ്റവും ബാക്ക് സീറ്റിലാണ് കേട്ടോ ഇരുന്ന് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഒരു കുറച്ച് നടക്കാനുണ്ട്, ഒരു 5 മിനിറ്റോളം നടക്കണം. അപ്പോൾ അതങ്ങനെ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് താത്തിയതാണ് കേട്ടോ ഫോണിൽ കാണുന്നത്. അപ്പോൾ എന്നിട്ട് കുറച്ച് പേരൊക്കെ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഈ ട്രെയിനിൻ്റെ സമയമായി കഴിയുമ്പം കുറേ ആൾക്കാർ സ്റ്റേഷനിലേക്ക് ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് കേട്ടോ വന്നത്. അപ്പോൾ അതിൽ കൂടെ വന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്ത് 3rd പ്ലാറ്റ്ഫോമിലായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഓരോ ദിവസം ഓരോ പ്ലാറ്റ്ഫോമിലേക്കാട്ടോ ട്രെയിൻ കൊണ്ടിട്ട്. അപ്പോൾ ഭ്രാന്ത് പിടിക്കും. അപ്പോൾ അവസാനം എങ്ങനെ നടന്ന് പോവാണ്. അപ്പോൾ അവിടെ ട്രെയിൻ കിടക്കുന്നുണ്ടായിരുന്നു, മംഗളൂരു സെൻട്രൽ ടു ട്രിവാൻഡ്രം സെൻട്രൽ. അപ്പം അവിടേക്ക് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷേ ആരും ഉണ്ടായില്ലായിരുന്നു കേട്ടോ. ഞാനാണ് ഫസ്റ്റ് ട്രെയിനിൽ കയറിയത്. അപ്പോൾ അവിടെ നിന്നിട്ട് കാണിച്ചാണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് കാണിച്ചു തന്നെയാണ്. അപ്പോഴത്തേക്ക് നല്ല വിയർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മേനെ വിളിച്ചു. പിന്നെ ഒരു 2-3 പേരൊക്കെ ആയിട്ട് വന്നു. പിന്നെ ട്രെയിൻ എടുത്തപ്പോഴത്തേക്കും അതിൽ കൊള്ളാത്തത്ര ആൾക്കാരായിട്ടോ. പിന്നെ അപ്പം തന്നെ ഒരു ട്രെയിൻ അപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു, കോയമ്പത്തൂരിന് എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായി. അത് കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് കഴിയുമ്പോൾ സീറ്റിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എണീറ്റ് അപ്പം തന്നെ സീറ്റ് പോകും. പിന്നെ പതിയെ ഒന്ന് ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി കേട്ടോ. ആ മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എൻ്റെ പൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഞാൻ 4 മാസങ്ങൾക്ക് ശേഷം ട്രെയിനിൽ കയറിയതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് പോകാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നല്ല വെയിൽ കണ്ണിലേക്ക് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏതാ ഫോക്കസ് അയക്കുന്നതെന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് ഏതോ ട്രെയിൻ ഉണ്ടായി കേട്ടോ. മറന്നു ഏതായിരുന്നു. ഇപ്പോൾ ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിങ്ങനെ ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം കേരളത്തിലേക്ക് പെട്ടെന്ന് എത്തുമല്ലോ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്രയും കുറേ നേരം നിർത്തിയിടുക അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. അല്ലാതെ പെട്ടെന്ന് എത്തുകയൊക്കെ തന്നെ ചെയ്തു.
അപ്പോൾ ഇപ്പം ഞാനുള്ളത് നാട്ടിലാണ് കേട്ടോ. ഞാൻ കേരളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ ഇപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ വെക്കേഷനായിട്ട് നാട്ടിൽ വന്നപ്പം കുറേയധികം പ്ലാനുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ വന്നത്. 15 ദിവസം വെക്കേഷൻ ഉണ്ട്, 15 വീഡിയോസ് എടുക്കണം, ഓരോ ദിവസം ഓരോ വീഡിയോസ് എടുത്തിട്ട് ഓരോ ദിവസം ഇടവിട്ടിടണം, ഓരോ ദിവസം ഇടവിട്ട് റീലൊക്കെ ഇടണം എന്നൊക്കെ വിചാരത്തിലേക്കാണ് ഞാൻ വന്നത്. പക്ഷേ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് എന്നെ സമ്മതിച്ചില്ല. അവിടെ നിന്ന് വന്നപ്പോൾ ഏകദേശം ഒരു 2:30 ട്രെയിനാണ് വന്നത്. വീട്ടിലെത്തിയപ്പോൾ സമയം 11:30 ട്രെയിൻ ഒരു മണിക്കൂർ അടുത്ത് ലേറ്റ് ആയിരുന്നു. 10:15 എത്തുന്ന ട്രെയിൻ 11:30. 1.25 മണിക്കൂർ ലേറ്റ് ആയിരുന്നു ട്രെയിൻ. അപ്പം അതിൻ്റേതായ കുറച്ച് ഭയങ്കര, ഞാൻ ജനറലാണ് കയറി വരാറ്. ഞങ്ങളപ്പോൾ അങ്ങനെ പെട്ടെന്ന് വരുന്നതുകൊണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരാറില്ല. അപ്പോൾ വന്നപ്പം ഭയങ്കര ടയേർഡായിപ്പോയി, ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ ഉച്ചയ്ക്കാണെങ്കിൽ ഫുഡ് കഴിക്കാതാണ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ആ വന്ന ട്രെയിനിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വളരെ ചെറിയ ബോഗിയായിരുന്നു. അതിപ്പം അവിടെ നിന്ന് വരുന്ന 2 ട്രെയിനിൻ്റെ ആണെങ്കിലും അതിൻ്റെ ബോഗി ഭയങ്കര ചെറുതാണ്. അപ്പോൾ കുറേ ലേഡീസ് ഇങ്ങനെ കയറുമ്പോൾ ലേഡീസിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ എത്ര ദൂരം ഉള്ളതുകൊണ്ട് അപ്പോൾ ലേഡീസിൽ വരുമ്പം ലേഡീസിൻ്റെ ബോഗീസ് ഭയങ്കര ചെറുതാണ്. അപ്പം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര തിക്കും തിരക്കായിരിക്കും. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും കുറേ പേര് കയറാനുണ്ടാവും. ഇറങ്ങുന്നതിൻ്റെ ഇരട്ടി ആൾക്കാരായിരിക്കും കയറുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടി അവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വന്ന് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്ന് വിചാരിച്ച് തന്നെയാണ് വന്നത്. പിന്നെ ഭയങ്കര ചൂടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെ ആയിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ പിറ്റേന്ന് വോട്ടുണ്ടായിരുന്നല്ലോ. 26-ാം തീയതി വോട്ടുണ്ടായിരുന്നു. ഞാൻ 25-ാം തീയതി വന്നത്. 26-ാം തീയതി പിന്നെ ഇവിടേക്ക് ഞാൻ വന്നു. എൻ്റെ വീടിൻ്റെ ലൊക്കാലിറ്റിയിലേക്ക് ഞാൻ വന്നു. അപ്പം അവിടെ ആയിരുന്നു എനിക്ക് വോട്ട്. അപ്പം വോട്ട് ചെയ്ത് കണ്ടോ. വോട്ടൊക്കെ ചെയ്ത് എൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷെ അതൊന്നും പറ്റിയില്ല. അപ്പോൾ ഇനി നന്നായിട്ട് ഓരോ ദിവസമൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടും, ഇനിയിപ്പോൾ 1-ാം തീയതി തൊട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടും ഇന്നലെയും പറ്റിയില്ല. ഇന്നലെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും എഡിറ്റ് ചെയ്തങ്ങ് 2-ാം തീയതി മുതൽ 2, 4 എന്നും പറഞ്ഞങ്ങ് തുടങ്ങാമെന്ന്. എന്താവുമെന്നൊന്നും അറിയാൻ പാടില്ല. കാരണം ഞാനിപ്പോൾ പോകാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും പോയില്ല. അപ്പോൾ എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചു പോവും. എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു പോകുമായിരിക്കും. എപ്പോഴെങ്കിലല്ല, ഒരു 10-ാം തീയതി എപ്പോഴാണെങ്കിലും ഞാൻ തിരിച്ചു പോവും. അപ്പം അറിയില്ല എന്താവുമെന്ന്. അപ്പോൾ ഞാൻ പറ്റുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ട് കാണിച്ചു തരാം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക കണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഓരോ ദിവസം ഗ്യാപ്പിൽ ഞാൻ മാക്സിമം വീഡിയോ ഇടാം. ഇപ്പോൾ എനിക്ക് 2 വീഡിയോസ് ഓൾറെഡി എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ നേരെ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം അവിടെ നിന്ന് വരുമ്പോഴാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കാഴ്ചകളൊക്കെ കാണാനും എടുക്കാനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഫോണിൽ ക്യാമറയിലൊക്കെ പകർത്തിയിട്ട് കാണുന്നതിലും ബെറ്റർ ആയിരിക്കും നമ്മൾ ഡയറക്റ്റ് അത് നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണുന്നത്. എനിക്ക് അങ്ങനെയായിട്ടാ ഫീൽ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഫോണിൽ നമ്മൾ ചെന്നൊരു കാഴ്ച കാണുന്നേക്കാൾ നല്ലതായിരിക്കും നമ്മൾ ഡയറക്റ്റ് എന്നിട്ട് അവിടെ നിന്ന് വരുമ്പോഴേക്കാണെങ്കിലും വൈകിട്ടത്തെ സൺലൈറ്റ്, സൺസെറ്റ് അതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അതൊക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ കണ്ടാലേ നമ്മൾക്ക് ഒരു ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വളരെ ചെറുതായിട്ട് മാത്രം വീഡിയോസൊക്കെ നല്ല സൂപ്പറായിട്ട് വീഡിയോ ഒക്കെ എടുത്തൊക്കെ തുടങ്ങിയ ഞാനാണ്. അവസാനം എൻ്റെ ചെയ്തത് ഇങ്ങനൊരു കോലത്തിലായി പോയി. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസമായിട്ടോ ഒന്ന് ജസ്റ്റ് നോക്കിയായി വന്നിട്ട്. ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഒന്ന് സെറ്റായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.